പ്രാർത്ഥനയോടെ ഈ വിശുദ്ധ പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവത്തിനാൽ ഒരുക്കുന്ന വലിയേറെ കൃപകൾക്കായി, നല്ല ഭാഗ്യത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വളരെ ശക്തമായി ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ദൈവത്തെ പാടുവാനും മഹത്വപ്പെടുത്തുവാനും ഒക്കെ നമുക്ക് ദൈവം കൃപ നൽകിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇന്ന് പകലിലും ദൈവം നമ്മോട് കൃത്യമായി സംസാരിക്കുന്ന പകലായി മാറട്ടെ. വേദപുസ്തകങ്ങളെ തുറക്കാം. എഗസ്കേലിൻ്റെ പ്രവചന പുസ്തകം 37-ാം അധ്യായം. എഗസ്കേലിൻ്റെ പ്രവചന പുസ്തകം 37-ാം അധ്യായം. അതിൻ്റെ 4-ാമത്തെ വാക്യം ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. എഗസ്കേലിൻ്റെ പ്രവചന പുസ്തകം 37-ാം അധ്യായം, അതിൻ്റെ 4-ാമത്തെ വാക്യം. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ ഈ അസ്ഥികളെക്കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പി. മതി. നല്ല വചനത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. സന്തോഷമുണ്ടെങ്കിൽ കരമുയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. ശാന്തമായി ഇതിനകത്തുനിന്ന് ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന 1-2 ദൂതുകൾ മാത്രം പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. ആഴമേറിയ അനുഭവങ്ങൾ നിറഞ്ഞ ഒരു സന്ദർഭമാണ്, അല്ലെങ്കിൽ ഒരു ദർശനമാണ്. എഗസ്കേൽ എന്ന് പറയുന്ന ശക്തനായ പഴയ നിയമത്തിലെ പ്രവാചകന്റെ മുൻപിൽ ദൈവാത്മാവ് ദർശനത്തിൽ തന്നെ കൊണ്ടുപോയി കാണിക്കുന്ന 1-2 കാര്യങ്ങളിൽ വ്യത്യസ്തമായി നിൽക്കുന്ന ആഴമേറിയ ദൂത് നിറഞ്ഞതാണ്. എഗസ്കേലിൻ്റെ പുസ്തകം നാം പഠിച്ചു കഴിഞ്ഞാൽ, ചിന്തിച്ചാൽ തന്നെ നമ്മുടെ ഹൃദയത്തിനകത്ത് ഓടി വരുന്ന 1-2 സന്ദർഭങ്ങൾ. ഒന്ന്, നാം കുറിവാക്യം വായിച്ച അസ്ഥികളുടെ താഴ്വരയാണ്. 2, ആത്മനദിയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊക്കെയും എഗസ്കേലിൻ്റെ പ്രവചന പുസ്തകത്തിനകത്ത് നമ്മൾ കോമണായി സാധാരണയായി കണ്ടുവരുന്ന സന്ദേശങ്ങൾ നിറഞ്ഞ ഭാഗങ്ങളാണ്. ഇതെല്ലാം ദൈവിക പരിശുദ്ധാത്മാവുമായി, ദൈവിക റിസ്റ്റോറേഷനുമായൊക്കെയും ഡിവൈൻ റിസ്റ്റോറേഷനുമായൊക്കെയും ബന്ധപ്പെട്ട് നിൽക്കുന്ന സന്ദർഭങ്ങളാണ്. അതിനകത്ത് നിന്ന് ശാന്തമായി ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന വ്യത്യസ്തമായൊരു ചിന്ത നിങ്ങളോട് പറഞ്ഞ് ഇരിക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. വചനം പറയുകയാണ്, എഗസ്കേലിൻ്റെ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ എഗസ്കേൽ ഇന്നായിരിക്കുന്നത് പ്രവാസത്തിനകത്തിരുന്ന് പ്രവചിക്കുന്ന പ്രവചനങ്ങളാണ്. ഒട്ടുമിക്ക പ്രവചനങ്ങളും എഗസ്കേലിൻ്റെ പുസ്തകത്തിനകത്ത്. അതിനകത്ത് ആഴമേറിയ ഒരു ചിന്ത എന്നെ ഭരിച്ചത് അമ്മയെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രവാസത്തിനകത്ത് ഇരുന്നു കൊണ്ട് ശക്തമേറിയ ദൈവത്തിൻ്റെ ഭാവികാല പദ്ധതികളെക്കുറിച്ച്, ഭാവികാല ദൈവിക പദ്ധതികളെക്കുറിച്ച്, പരിശുദ്ധാത്മാവിൻ്റെ ആഴമേറിയ റിസ്റ്റോറേഷനെയൊക്കെ പറ്റി വെളിപ്പാട് കാണുക എന്ന് പറഞ്ഞാൽ അതൊരു അസാധാരണമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടതയ്ക്കപ്പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രവാസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിമത്വത്തിൻ്റെ ആഴത്തിനകത്തിരുന്ന് സ്വർഗീയ സ്വപ്നം കാണുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, സ്വർഗീയ ഡിവൈൻ എൻകൗണ്ടറുകൾ, ദൈവിക സാന്നിധ്യത്തെ അനുഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധാരണ വ്യക്തികൾക്ക് കാണാൻ കഴിയില്ല, അതങ്ങനെ പ്രാപിച്ചെടുക്കാൻ കഴിയില്ല. പക്ഷേ ഞാൻ ആത്മാവിൽ ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഈ സന്ദേശം എവിടെയെങ്കിലും ഇരുന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് ഈ നിമിഷം, ഈ ഞായറാഴ്ച സന്ധ്യാസമയത്ത് ഞാൻ ആത്മാവിൽ ഹൃദയത്തെ തൊട്ടു പറയാം, നിന്റെ സാഹചര്യം എൻ്റെ ദൈവത്തിന് വിഷയമല്ല. ദൈവത്തിന് നിന്റെ മേൽ കൈമാറാൻ ശ്രേഷ്ഠമായ ദൈവിക ദർശനങ്ങൾ ഉണ്ടെങ്കിൽ നീ എവിടെ ഇരുന്നാലും ദൈവം കൈമാറാൻ ശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. അത് പ്രവാസമാണെന്നോ അല്ലെങ്കിൽ കൊട്ടാരത്തിനകത്തിരുന്നാൽ മാത്രമേ ദൈവിക സ്വപ്നങ്ങൾ, ദൈവിക ദർശനങ്ങൾ കാണാൻ കഴിയൂ എന്നൊന്നും ചിന്തിക്കാൻ
ചിന്തിക്കരുത്. നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തിനകത്ത് ദൈവവുമായുള്ള ബന്ധമുണ്ടെങ്കിൽ അവിടെ സ്വർഗം ഇറങ്ങി വരിക തന്നെ ചെയ്യും. അമ്മേ, ഇന്ന് പകൽക്കാലം ഞാൻ അതിലേക്ക് നിൽക്കുന്നില്ല, വേഗത്തിൽ എൻ്റെ ചിന്തയിലേക്ക് പോകട്ടെ. യെഹെസ്കേലിൻ്റെ പ്രവചന പുസ്തകത്തിനകത്ത് ആഴമേറിയ ശബ്ദം നിറഞ്ഞു നിൽക്കുന്ന സന്ദർഭങ്ങളിൽ ഒന്നാണ് അസ്ഥികളുടെ താഴ്വര. അസ്ഥികളുടെ താഴ്വരയിലേക്ക് ദൈവമനുഷ്യനായ യെഹെസ്കേലിനെ കരം പിടിച്ച് ദൈവത്തിൻ്റെ ദൂതൻ കൊണ്ടു നിർത്തിയിട്ട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, യെഹെസ്കേലേ, ഈ അസ്ഥികൾ ജീവിക്കുമോ? ഈ അസ്ഥികൾ ജീവിക്കുമോ? ഇവിടെ ഇരിക്കുമ്പോഴും നമ്മുടെ ഹൃദയത്തിൻ്റെ ഏതൊക്കെ കോണിൽ നൂറുകണക്കിന് ചോദ്യങ്ങളുമായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. കർത്താവേ, ഈ കാര്യം വല്ലതും പരിഹരിക്കാൻ പറ്റുമോ? എൻ്റെ ജീവിതം വല്ല നേരെയാകാൻ സാധ്യത ഉണ്ടോ? എൻ്റെ അവസ്ഥ മാറാൻ സാധ്യതയുണ്ടോ? എൻ്റെ കുടുംബത്തിൻ്റെ ഞെരുക്കം മാറാൻ സാധ്യതയുണ്ടോ? ഇങ്ങനെയൊക്കെ 100 ആകുലതകൾക്കകത്താണ് ഇന്ന് പകൽ ഇരിക്കുന്നതെങ്കിലും ഇന്ന് പകൽ ഒരു ഉറപ്പ് ഞാൻ പറയാം, ദൈവ സാന്നിധ്യത്തിനകത്താണെങ്കിൽ നിന്റെ ആകുലതയ്ക്കപ്പുറം ദൈവത്തിന് പ്രവർത്തിക്കാൻ ചിലതുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ അസ്ഥികളുടെ താഴ്വരയിൽ പ്രവാചകനെ കൊണ്ടു നിർത്തിയിട്ട് ചോദിക്കുകയാണ്, യെഹെസ്കേലേ, ഈ അസ്ഥികൾ ജീവിക്കുമോ? ഈ അസ്ഥികൾ ജീവിക്കുമോ? യെഹെസ്കേൽ പറയുന്ന സത്യമാണ്, കർത്താവേ, നീ എല്ലാം അറിയുന്നു. നമ്മൾ പറയുന്ന എക്സ്ക്യൂസ് അല്ലേ നമ്മുടെ ജീവിതത്തിനകത്ത് തകർച്ചകൾ വരുമ്പോൾ, വേദനകൾ വരുമ്പോൾ, നൂറുകണക്കിന് ചോദ്യങ്ങൾ, അപമാനത്തിൻ്റെ തീയമ്പുകൾ എല്ലാം ജീവിതത്തിൻ്റെ മുൻപാകെ ആഞ്ഞടിക്കുമ്പോൾ, കയറി വരുമ്പോൾ, നമ്മുടെ ജീവിതമെല്ലാം നൂറുകണക്കിന് ചോദ്യങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരോട് പറയുന്നൊരു കാര്യമുണ്ട്, എനിക്കൊന്നും പിടികിട്ടുന്നില്ലെങ്കിലും എൻ്റെ കർത്താവെല്ലാം അറിയുന്നുണ്ട്. ഇന്ന് പകൽക്കാലം ആത്മാവിലൊരു ദൂത് കൈമാറാം. നൂറുകണക്കിന് ചോദ്യങ്ങളുടെ നടുവിലാണ് ഈ പകൽക്കാലം ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നതെങ്കിലും ഇന്ന് പകൽക്കാലം നിന്റെ ദൈവം നിന്നെ അറിയുന്നു എന്നൊരു ഉറപ്പുണ്ടെങ്കിൽ, ദൈവം അറിയുന്നവന് വേണ്ടി എൻ്റെ ദൈവം പ്രവർത്തിപ്പാൻ ശക്തനായ ദൈവമാണ്. ഈ പകൽ ആഴമേറിയൊരു വെളിപ്പാട് ഞാൻ കൈമാറാം. ആരും നിന്നെ അറിയേണ്ട പോലെ അറിഞ്ഞില്ലേലോ, ആരും നിന്നെ കാണേണ്ട പോലെ കണ്ടില്ലേലോ, നിന്നെ അറിയേണ്ട പലരും അറിയാത്തവരെ പോലെ മാറി നടന്നു പോയാലും, നിന്നെ അറിയാവുന്നവർ നിന്നെ അറിയാത്തതുപോലെ നടന്നു പോയാലും, ഈ പകലാഴമായൊരു ദൂത് എനിക്ക് നിന്നെ കുറിച്ച് പറയാനുണ്ട്. ദൈവം നിന്നെ അറിയുന്നുണ്ടെങ്കിൽ, ഉലകത്തിലെ ആരും നിന്നെ അറിയാത്തതുപോലെ അഭിനയിച്ചാൽ, ദൈവം നിനക്ക് വേണ്ടി വഴികളും വാതിലുകളും തുറന്നു വരുന്നൊരു പകൽ നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുക തന്നെ ചെയ്യും. നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുക തന്നെ ചെയ്യും. ഇത് ഞാൻ അങ്ങനെ പറയുമ്പോൾ ചിലരുടെ ജീവിതത്തിനകത്ത് അങ്ങനെ ചിലത് ദൈവം ഈ പകൽക്കാലം ഇമ്പാർട്ട് ചെയ്യട്ടെ. ഓ ശബരമനദലഘടക അർത്ഥമാനധുരജലഘടകപരാറുകൾക്കവ. അറിയേണ്ടവർ പലരും അറിയാതെ പോകുന്ന സാഹചര്യങ്ങൾ, ചേർത്തു പിടിക്കേണ്ടവർ പലതും ചേർത്തു പിടിക്കാതെ പോകുന്ന സാഹചര്യങ്ങൾ. പക്ഷെ ഇന്ന് പകൽ ആഴമായൊന്ന് പറയാൻ കഴിയുമോ? നൂറുകണക്കിന് ചോദ്യങ്ങളുടെ നടുവിലും എന്നെ അറിയുന്നൊരു കർത്താവുണ്ട്, എൻ്റെ നാളെ അറിയുന്ന കർത്താവുണ്ട്, എനിക്ക് വേണ്ടി വഴികളെ തുറക്കാൻ കഴിയുന്ന ഒരു കർത്താവുണ്ട്. ഞാൻ ഇന്ന് പകൽക്കാലം ഈ ഹാളിനകത്തായിരിക്കുമ്പോഴും ഈ സന്ദേശം കേൾക്കുമ്പോഴും നൂറുകണക്കിന് ചോദ്യങ്ങൾ എൻ്റെ മുൻപിൽ അണിനിരന്നാൽ, എൻ്റെ നാളെയെക്കുറിച്ച് നല്ല അറിവുള്ളൊരു കർത്താവ് എൻ്റെ കൂടെയുണ്ട്. എമ്മമാണ് എൻ്റെ ബലം, എമ്മമാണ് എൻ്റെ ധൈര്യമെങ്കിൽ ഈ പകൽക്കാലം പറ, കർത്താവേ, എന്നിൻ്റെ ജീവിതത്തിലകത്ത് വെളിപ്പെട്ട വിഷയങ്ങളുടെ മറുപടി എനിക്കറിയില്ല, പക്ഷെ എൻ്റെ അങ്ങമേ കർത്താവിനതറിയാ, എൻ്റെ ദൈവത്തിനതറിയ. ആ കർത്താവ് എന്നെ അറിയുന്നത് കൊണ്ട് ഈ പകലിൽ ഞാൻ നശിച്ചു പോകാതെ നിൽക്കുന്നത്, ഞാൻ തകർന്നു പോകാതിരിക്കുന്നത്, ഞാൻ വീണു പോകാതിരിക്കുന്നത് എൻ്റെ കർത്താവ് എന്നെ അറിയുന്നത് കൊണ്ട്, എൻ്റെ ഹൃദയത്തിൻ്റെ ഭാര എൻ്റെ തമ്പുരാൻ അറിയുന്നത് കൊണ്ട്, എൻ്റെ ആകുലത കർത്താവ് അറിയുന്നത് കൊണ്ട് ഈ പകൽ ആരെയൊക്കെ നോക്കി ആത്മാവ് പ്രവചിക്കുക, ദൈവത്തിന് നിന്നെ അറിയാമെങ്കിൽ നിനക്ക് വേണ്ടിയുള്ളൊരു ഭാവിയുടെ കര എൻ്റെ ദൈവം ഒരുക്കുക തന്നെ ചെയ്യും. വലിയൊരു ബോധ്യം പരിശുദ്ധാത്മാവ് നൽകിയ ഈ പകൽക്കാലം ആരും അറിഞ്ഞില്ലേലും കർത്താവ് അറിയുന്നുണ്ടല്ലോ. പലപ്പോഴും നമ്മൾ എക്സ്ക്യൂസ് പറയുന്നത് അങ്ങനെയല്ലേ, കർത്താവ് എനിക്കറിയില്ലപ്പാ, എങ്കിലും നീ അറിയുന്നല്ലോ.
ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു പണിതതാ എൻ്റെ കുടുംബം, ഒത്തിരി ആഗ്രഹിച്ചു വളർത്തിയതാ എൻ്റെ മക്കൾ, ഒത്തിരി ചേർത്ത് പിടിച്ചതാ എൻ്റെ സഭയെ, ഒത്തിരി ചേർത്ത് പിടിച്ചതാ എൻ്റെ ഭാവിയെ. പക്ഷെ എവിടെയൊക്കെ ചതറപ്പെട്ടു പോയി, എവിടെയൊക്കെ തകർന്നു പോയി. പക്ഷെ ഒരുറപ്പ് എനിക്കറിയാം, ഈ വേദനയുടെ തീച്ചുളയ്ക്കകത്ത് ഞാൻ നിൽക്കുമ്പോഴും എൻ്റെ ജീവിതത്തെ അറിയുന്നൊരു കർത്താവ് എൻ്റെ കൂടെയുണ്ട്, എൻ്റെ മാളെ അറിയുന്നൊരു തമ്പുരാൻ എൻ്റെ കൂടെയുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ ഏത് മേഖലകൾക്കകത്ത് ഇറങ്ങി വന്ന് എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നതാണ് എൻ്റെ ധൈര്യമെങ്കിൽ ഈ പകൽ ആത്മാവിൽ ഞാൻ ഒരു ദൂത് കൈമാറാ. എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ചിലത് പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. വചനം പറയുന്ന യെഹെസ്കേലിനോട് ചോദിച്ചു, യെഹെസ്കേലേ, ഈ അസ്ഥികൾ ജീവിക്കുമോ? യെഹെസ്കേൽ പറയുന്ന മറുപടി, കർത്താവേ, എനിക്കറിയില്ല, നിനക്ക് അറിയാം, നിനക്കറിയാം, നിനക്കറിയാം. അപ്പോൾ യെഹെസ്കേലിനോട് പറയുന്നൊരു മറുപടിയാണ്, യെഹെസ്കേലിനോട് പറയുന്ന ഒരു മറുപടിയാണ് നാം വായിച്ച വചനം. അതിനകത്ത് വ്യത്യസ്തമായി നിൽക്കുന്നൊരു പദമാണ് ഞാൻ അടർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൻ്റെ അവസാനത്തെ ഫ്രേസ് ഇങ്ങനെ പറയുന്നു, അവൻ എന്നോട് കൽപ്പിച്ചത്, നീ ഈ അസ്ഥികളെക്കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പി. ഇന്ന് പകൽക്കാലം ഒന്ന് പറയാൻ കഴിയുമോ? ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിൽ ചിതറിപ്പോയ ഒരു പ്രതീക്ഷയുമില്ലാത്ത മേഖലകളെ നോക്കി ഇന്ന് പകൽക്കാല ധൈര്യത്തോട് പറ, എൻ്റെ പ്രതിസന്ധിയെ യഹോവയുടെ വചനം കേൾപ്പി. ആ പദം ഒന്ന് പറഞ്ഞാട്ടെ, യഹോവയുടെ വചനം കേൾപ്പി. ഉണങ്ങിയ ആസ്തികളെ യഹോവയുടെ വചനം കേൾപ്പി. എൻ്റെ ഭാവിയെ യഹോവയുടെ വചനം കേൾപ്പി. എൻ്റെ ശുശ്രൂഷയെ യഹോവയുടെ വചനം കേൾപ്പി. എൻ്റെ കുടുംബത്തിൻ്റെ ജീവിതത്തിനകത്തുള്ള പ്രതിസന്ധിയെ യഹോവയുടെ വചനം കേൾപ്പി. എൻ്റെ ജീവിതത്തിൻ്റെ ശരീരത്തിനകത്ത് വഹിക്കുന്ന രോഗമേ യഹോവയുടെ വചനം കേൾപ്പി. എന്താ കേൾക്കണ്ടേ? യഹോവയുടെ വചനം. ഈ വചനത്തിന് പ്രത്യേകതയുണ്ട്. ഈ വചനത്തിൻ്റെ പ്രത്യേകത, അത് ജീവനും ചൈതന്യമുള്ള വചനമാണ്. അത് ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയുള്ള വചനമാണ്. അവിടെ കൊണ്ട് തീർക്കില്ല. സന്ധി മച്ചകളെ വേർപിരിക്കും വരെ ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്ന വചനമാണ്. ഈ പകൽ ഈ വചനം പ്രസംഗിക്കുമ്പോൾ നിന്റെ ജീവിതത്തിനകത്ത് ഉണങ്ങിപ്പോയ, നിനക്ക് മറുപടി ഇല്ലാത്ത, നിന്നെ പകയ്ക്കുന്ന നൂറുകണക്കിന് വിഷയങ്ങളുടെ നടുവിൽ ഈ വചനം ഞാൻ ആത്മാവിൽ റിലീസ് ചെയ്യുമ്പോൾ വിശ്വസിക്കാമെങ്കിൽ ആമേൻ പറഞ്ഞോണം. ആമേൻ. യെശയ്യാവ് പറഞ്ഞ പ്രവചനം കയറി പറയുകയാണ്. ഈ വചനം ഇവിടെ നിന്ന് റിലീസാകുമ്പോൾ ഇത് ഫലമായിട്ടല്ലാതെ മടങ്ങി വരത്തില്ല. തിരുവനന്തപുരം പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് ഈ പകൽക്കാലം 5 മണി കഴിഞ്ഞ സമയത്ത്, ഈ പകലിൽ, ഈ സന്ധ്യാസമയത്ത്, ഈ വൈകുന്നേരത്തിൽ ഞാൻ ഈ വചനം റിലീസ് ചെയ്യുമ്പോൾ ലോകരാജ്യങ്ങൾക്കകത്തിരുന്ന് ഈ ശബ്ദം കേട്ടാൽ, ഈ ഹാളിന്റെ ഏത് കോണിലിരുന്ന് ഈ ദൂത് ഏറ്റെടുത്താൽ ഈ വചനം അത് ഫലമായിട്ടല്ലാതെ കരമടിച്ചു വായ്കളെ തുറം. എൻ്റെ ദൈവത്തിന് മല്ലയാരാവനെ ഈ പകൽക്കാലം ഒന്ന് അർപ്പിച്ചാട്ടെ. ഈ പകൽ ദൈവം ആഴമായി ഇടപെടുകയാ. ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പി. ഈ പകൽക്കാലം ശൂന്യമായിരിക്കുന്ന ചെയറുകൾ ദൈവത്തിന്റെ വചനം കേൾക്കട്ടെ. ഈ പട്ടണത്തിനകത്ത് ചിതറിപ്പോയ ചിലവ് ദൈവ ശബ്ദം കേൾക്കട്ടെ. ആയിരങ്ങളെ ഇമ്പാക്ട് ചെയ്യുന്ന ഒരു ആലയമാ ഈ ആലയത്തെ ദൈവം അപ്ഗ്രേഡ് ചെയ്യട്ടെ. ഓ ശബരാധ വിശ്വസിക്കാമെങ്കിൽ ഒരു പ്രവചനം പോലെ ഈ ദൂതേറ്റെടുത്തോ, പ്രവചനം പോലെ ഈ ദൂതേറ്റെടുത്തോ. ഈ പകൽക്കാല കരമടിക്കുന്നെങ്കിൽ നന്നായി, അന്യഭാഷ പറയുന്നെങ്കിൽ നന്നായി. പരാജയപ്പെട്ട മേഖലകൾക്കകത്ത് ഈ വചനം ഈ പകൽക്കാലം ഓ ശബലതലഘടക അർത്ഥബാല ഹർത്ഥമാന ഹഷബാല വൈഡപരംധര വൈഡപരഗബാരി ബര വൈഡപരന്ദാരബ.
വൈഡബരന്തര വൈഡബരന്ത റിഖമാന ഹർത്തമാന വൈഡമാന ഷാരഗോല ഖേമേരേഖേ. ഈ പകൽ ഈ വചനം അങ്ങനെ റിലീസ് ചെയ്യട്ടെ, വചനം അങ്ങനെ റിലീസ് ചെയ്യട്ടെ. ആഴമേറിയ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ദൈവിക സാന്നിധ്യം ചില കൂടാരങ്ങളുടെ മേൽ ആഴമായി വെളിപ്പെടട്ടെ. ഓ, ഈ തിരുവനന്തപുരം പട്ടണം ദൈവ വചനം കേൾക്കട്ടെ, വചനം കേൾക്കട്ടെ, വചനം കേൾക്കട്ടെ. പ്രതികൂലങ്ങൾ ഈ പകൽക്കാലം വഴിമാറട്ടെ. അർത്ഥബാല ചൂരവൈഡ ശരാധരാധ ശുഭിന്റെ നാമത്തിൽ ദൈവവചനം കേൾക്കട്ടെ. ശാബരഥലഘടക ശിഖാമലാരഥ വൈരമാര ഘടകജാര ശരാരകൽഖബ. ഇപ്പകൽക്കാല കരമുയർത്തിപ്പറ, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പി. ഹല്ലേലൂയ. യെഹെസ്കേൽ പ്രവചിച്ചതെന്താ? ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പി. ഇപ്പകൽ തൻ്റെ ഇടമുണ്ടോ? ഈ പകൽക്കാലം തൻ്റെ ഇടമുണ്ടോ? എല്ലാം തകർന്ന്, എല്ലാം ശൂന്യമായി, ഇനി ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത ജീവിതത്തിൻ്റെ മേഖലകളെ നോക്കി ആത്മാവിൽ പ്രവചിക്കാൻ തൻ്റെ ഇടമുണ്ടോ? ജീവിതത്തിനകത്തെല്ലാം തകർന്നു പോയ മേഖലകളെ നോക്കി ആത്മാവിൽ പ്രവചിക്കാൻ തൻ്റെ ഇടമുണ്ടോ? യഹോവയുടെ വചനം കേൾപ്പി. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വചനം നിന്റെ പ്രതിസന്ധിക്കകത്ത് വെളിപ്പെട്ടാൽ ചിലത് ജീവനോടെ പുറത്തു വരും, ചിലത് സൈന്യമായി പുറത്തു വരും, ചിലത് അത്ഭുതമായി പുറത്തു വരും, ചിലത് അതിശയമായി പുറത്തു വരും. യെഹെസ്കേൽ ആരോടാ പ്രവചിച്ചത്? ഉണങ്ങിയ അസ്ഥികളോട്. ഉണങ്ങിയ മനുഷ്യനോടാണോ? ഉണങ്ങിയ അസ്ഥികളോട്. അസ്ഥി എന്താണ്? അസ്ഥി എങ്ങനെയാണ് അസ്ഥി ഉണ്ടാകുന്നത്? ജീവനോടിരിക്കുന്ന മനുഷ്യൻ അവൻ്റെ ശരീരത്തിനകത്തുന്ന ആത്മാവുമായി മാറ്റപ്പെടുമ്പോൾ, അവനിൽ നിന്ന് ജീവൻ എടുത്തു മാറ്റപ്പെടുമ്പോൾ അവൻ കേവലം ഒരു ശവമായി മാറും. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഡെഡ് ബോഡിയായി മാറും. ഈ ഡെഡ് ബോഡികൾ ആറടി മണ്ണിനകത്ത് എവിടെയെങ്കിലും കുഴിച്ചിടുമ്പോൾ നാളുകൾ കഴിഞ്ഞതിൻ്റെ ശരീരത്തിനകത്ത് ഉണ്ടാകുന്ന പുഴുക്കൾ കൊണ്ട് തന്നെ ഈ ശരീരം മുഴുവനും ഭക്ഷിക്കപ്പെടും. ഈ മാംസം, ഈ ത്വക്ക്, ഇതെല്ലാം ദ്രവിച്ചു പോകും. ഇത് കേവലം ഒരു അസ്ഥിയായി ഒതുങ്ങും. ഹലോ, ഈ ഒരു അസ്ഥിയായി ഒതുങ്ങും. യെഹെസ്കേൽ കയറി നിൽക്കുന്നത് എവിടെയാണ്? അസ്ഥികളുടെ താഴ്വരയിലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരസ്ഥിയല്ല, 100 ആയിരക്കണക്കിന് അസ്ഥികൾ, ആയിരക്കണക്കിന് അസ്ഥികൾ. ഏതൊക്കെ കാലത്ത്, ഏതൊക്കെ നാളിൽ മനുഷ്യരായി ജീവിച്ചവർ, ഏതോ നാളിൽ ജീവനുണ്ടായിരുന്നവർ, ഏതോ നാളിൽ നമ്മേക്കാൾ നല്ല വസ്ത്രം ധരിച്ചവർ, ഏതോ കാലത്ത് നല്ല സൗന്ദര്യമുണ്ടായിരുന്നവർ. നമ്മൾ ഇന്ന് ആലയത്തിൽ വരുന്നതിന് മുമ്പും എത്രയോ പ്രാവശ്യം നമ്മൾ മിററിൽ, ഗ്ലാസിൻ്റെ മുൻപിൽ, കണ്ണാടിയുടെ മുൻപിൽ പോയി നമ്മുടെ സൗന്ദര്യം നോക്കി. എത്രയോ പ്രാവശ്യം നമ്മൾ നോക്കി നമ്മൾ ഇട്ടിരിക്കുന്ന വസ്ത്രം, ഈസ് ഇറ്റ് പെർഫെക്റ്റ് ഓർ നോട്ട്? അത് കറക്റ്റ് ആണോ? അത് നേരെയാണോ? അത് നല്ല വസ്ത്രമാണോ? മേച്ചാണോ? അല്ലേ? ആമേൻ. അതുപോലെ പ്രിയരെ, നമ്മേക്കാൾ സൗന്ദര്യമുണ്ടായിരുന്നവർ, ഹലോ, നമ്മേക്കാൾ കഴിവുണ്ടായിരുന്നവർ, നമ്മേക്കാൾ ജീവിതത്തിൻ്റെ മെച്ചപ്പിൽ ജീവിച്ച ഏതോ ഒരു തലമുറ, അല്ലെങ്കിൽ ഏതോ ഒരു മാനുഷികമായ ജീവിച്ച് തീർക്കാൻ കൊതിച്ച ഏതോ ഒക്കെ പ്രിയപ്പെട്ടവർ, അവരുടെ ജീവിതത്തിൻ്റെ ഞാനിങ്ങനെ പറയാം, സന്ധ്യയിൽ, ഹലോ, സായം സന്ധ്യയിൽ എവിടെയൊക്കെ വച്ചു മരണമെന്ന 3 അക്ഷരം അവരെ മാടി വിളിച്ചപ്പോൾ അവരുടെ സ്വപ്നങ്ങളെല്ലാം പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടവരായി, എല്ലാം തകർക്കപ്പെട്ടവനായി. മരണം എന്ന് വിളിച്ചാൽ എന്തേലും സ്വപ്നം, എന്തേലും പ്രതീക്ഷയുണ്ടോ? ഹലോ, പലരും പ്രാർത്ഥിക്കാൻ വിളിക്കുമ്പോൾ പറയാറുണ്ട്, പാസ്റ്റേ, ജീവന്റെ തുടുപ്പെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പ്രതീക്ഷ. ഡോക്ടർ പറഞ്ഞു, ഒരു പ്രതീക്ഷയുമില്ല.
മരണം വന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആർക്കും അമ്മ ചേർത്ത് പിടിക്കാൻ ഒരു പ്രതീക്ഷയുമില്ല. അതുപോലെ മരണം വന്ന് വിളിച്ചപ്പോൾ അവരുടെ ജീവിതത്തിനകത്ത് നമ്മേക്കാൾ സ്വപ്നം കണ്ടവർ, നാളെ എന്തൊക്കെ ആയിത്തീരുമെന്ന്, നാളെ എന്തൊക്കെ ഉയർച്ചകൾ പ്രാപിക്കുമെന്നും, എന്തൊക്കെ നല്ല രീതിയിൽ ജീവിക്കാമെന്ന് ആഗ്രഹിച്ച പലര് ഇന്ന് പകൽക്കാലം കേട്ടേ, മരണമെന്ന 3 അക്ഷരം വന്ന് വിളിച്ചപ്പോൾ ഈ ലോകത്തൊന്നും മാറ്റപ്പെട്ടു എന്ന് മാത്രമല്ല, അവിടെ പേര് മാഞ്ഞു, അവിടെ ആമെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളും മാഞ്ഞു. വെറും അസ്ഥികളായി ഏതോ താഴ്വരയ്ക്കകത്ത് തള്ളപ്പെട്ട ഒരു കൂട്ടത്തിന്റെ മടിവില് എഗസ്കേൽ എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നത്, ആമെ ഉണങ്ങിയ അസ്ഥികളെ. അർത്ഥമെന്ത്? ഈ അസ്ഥികൾ പച്ചപ്പുള്ളതല്ല, ഇത് ഉണക്കം തട്ടിയതാണ് എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം മരിച്ചിട്ട് അസ്ഥികളായിട്ട് വർഷങ്ങളല്ല, കാലങ്ങൾ കഴിഞ്ഞു. കാലങ്ങൾക്ക് മുമ്പ് സ്വപ്നത്തോടെ ജീവിച്ച ഏതൊക്കെ ഒരു കൂട്ടം മനുഷ്യരിന്ന് പകൽക്കാലം സ്വപ്നങ്ങളെല്ലാം നിലച്ചവരായി, ആഗ്രഹങ്ങളെല്ലാം അസ്തമിക്കപ്പെട്ട് ഇനി ഒരു സ്വപ്നം കാണാൻ ഒരു വഴിയുമില്ലാതെ അസ്ഥികളായൊരു താഴ്വരയ്ക്കകത്ത് ഒതുക്കപ്പെടുമ്പോൾ ഒരു പ്രവാചകൻ കയറി നിന്നിട്ട് അസ്ഥികളോട് ആത്മാവിൽ പ്രവചിച്ചു പറയുക, ഉണങ്ങിയ അസ്ഥികളെ, ദൈവത്തിൻ്റെ വചനം കേൾപ്പി. ഇന്ന് പകൽക്കാലം മാനുഷിക ബുദ്ധിക്ക് ഒരു പോഷത്വമായിരിക്കാം, പക്ഷേ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആത്മാവിൽ ഞാൻ പ്രവചിക്കുക, ഇന്ന് പകൽ ഇവിടെ സന്തോഷത്തോടെ വന്നിരിക്കുമ്പോൾ ജീവിതത്തിൻ്റെ ഏതൊക്കെ മേഖലകൾക്കകത്ത് ആഗ്രഹിച്ച എന്തൊക്കെ ആമയെ തകർക്കപ്പെട്ട് തീർക്കപ്പെട്ട് ഏതൊക്കെ അസ്ഥികളായി എവിടെയൊക്കെ ഒതുങ്ങപ്പെട്ട 100 കണക്കിന് ആഗ്രഹങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഏതോ താഴ്വരയ്ക്കകത്ത് അസ്ഥി പോലെ ഉണക്കപ്പെട്ടതായി ആമ ശേഷിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് പകൽ എഗസ്കേൽ പ്രവചിച്ചതുപോലെ ദൈവാത്മാവിൽ ഞാൻ പ്രവചിക്കുക, ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം ഈ പകൽ കേൾപ്പി. ഇന്ന് പകൽ ചില ആഗ്രഹങ്ങൾ മുള പൊട്ടി പുറത്തു വരട്ടെ. ചിലവിന്റെ സ്വപ്നങ്ങൾ കാലഘട്ടങ്ങൾ കഴിയുന്നതിന് മുമ്പ് യാമേ പ്രവർത്തി പദത്തിലേക്ക് ഈ പകൽക്കാലം ആഴമായി വെളിപ്പെട്ടു വരട്ടെ. ഓ ശബരബലഗടഗബര വൈശബരദലഗടഗബരാധകം ധരാരകൽഖവ അർത്ഥരാദലഗടഗബരാധകം ധരാരകൽഖവ. ആമേൻ. പ്രിയരേ, ഒരു കാലഘട്ടത്തിൽ മനുഷ്യരായി ജീവിച്ചവർ അവിടെയൊക്കെ സ്വപ്നം പാതി വഴിയിൽ തകർക്കപ്പെട്ടവരായി മരണമെന്ന 3 അക്ഷരത്തിന് കത്തൊതുക്കി ഏതൊക്കെ താഴ്വരയിൽ കിടക്കുമ്പോൾ വചനാത്മാവിൽ പ്രവചനാത്മാവിൽ എഗസ്കേൽ പറയുക, ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പി. ഇപ്പകൽ ഞാൻ ആത്മാവിൽ പ്രവചിക്കാം, ജീവിതത്തിൻ്റെ പരാജയങ്ങൾക്കകത്ത് ആത്മാവിലെല്ലാം തകർക്കപ്പെട്ട വ്യക്തിയായി ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് പകൽ നിനക്ക് നഷ്ടപ്പെട്ടതിനെ മടക്കിത്തരാൻ ദൈവവചനത്തിന് ശക്തിയുണ്ട്, ദൈവാത്മാവിന് ശക്തിയുണ്ട്. നിന്റെ കൂടാരത്തിനകത്ത് എന്തൊക്കെ നഷ്ടപ്പെട്ടു അതെല്ലാം മടക്കി വരാൻ പോകുക. 2025 ഈ ജൂൺ മാസത്തിൽ ഞാൻ പ്രവചിച്ചു പറയുക, നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടതല്ല, നഷ്ടപ്പെട്ടതിലും അധികമായി എൻ്റെ ദൈവം നിന്റെ ജീവിതത്തിനകത്ത്, നിന്റെ ഭാവിക്കകത്ത്, നിന്റെ ശുശ്രൂഷയ്ക്കകത്ത് എൻ്റെ ദൈവം മടക്കി തരുന്ന ദിനരാത്രങ്ങളായി ഈ കാലഘട്ടങ്ങളെ എൻ്റെ ദൈവം തിരിക്കാൻ പോകുക. എമ്പാ നഷ്ടപ്പെട്ട നീ ആഗ്രഹിച്ച എമ്പാ നീ നിന്നിൽ നിന്ന് അടർത്തിയെടുത്ത്, നല്ല കുടുംബ ജീവിതമാണോ, നല്ല ഭാവിയാണോ, നല്ല ഉയർച്ചയാണോ, നല്ല മാന്യതയാണോ, നല്ല വിദ്യാഭ്യാസമാണോ, ഈ പകൽ നല്ല ശുശ്രൂഷയാണോ, ആ ദൈവം അത് തിരികെ നൽകാൻ പോകുകയാ. വൈഡമാന ഹർത്തമാന ഹർത്തര വൈഡ ബലന്തര വൈഡ ശാരാബാല ഹർത്തമാന ഹട്കമാന
വേണമെന്നുള്ളവർ മാത്രം പിടിച്ചാൽ മതി ഈ ദൂത്. ഇപ്പം പകൽക്കാലം നിങ്ങളാരും സ്വീകരിച്ചാലും ഇല്ലല്ലോ, ഈ പകൽ ഈ ദൂത് ഞാൻ സ്വീകരിക്കുക. ആഗ്രഹങ്ങൾ നശിച്ചുപോയി, സ്വപ്നങ്ങൾ ചിതറപ്പെട്ട് ഈ വിധമെല്ലാം മടുത്ത് ഈ സന്ദേശം കേൾക്കുമ്പോൾ ദൈവം പറയുക, കുഞ്ഞേ നീ തീർന്നെന്ന് പറഞ്ഞത് ചിലവിനെ എനിക്ക് മടക്കി തരാൻ കഴിയൂ, ചിലവിനെ എനിക്ക് മടക്കി തരാൻ കഴിയൂ. നിന്റെ ആഗ്രഹങ്ങൾ ചിലവ് എനിക്ക് മടക്കി തരാൻ കഴിയൂ. ശബാല ഹർത്താബാല വൈഡവരം ദര വൈഡവരഗബാരി ബരവശബരം ദര വൈഡ വൈശാബാല ഹർത്താമാല ഹർത്താബാല ശീരബലം ദ ശാരാബാല ഹർത്താബാല. നിനക്ക് നഷ്ടപ്പെട്ട ചിലവ് എനിക്ക് മടക്കി തരാൻ കഴിയും കുഞ്ഞേ. ഈ പകൽ നഷ്ടങ്ങളുടെ കഥ പറയാനല്ല നിന്നെ ഇതിനകത്ത് കൊണ്ടിരുത്തിയത്. ആ നഷ്ടങ്ങൾക്കകത്തും ദൈവവചനം ചലിച്ച ചില അധികാരത്തോടെ ചില തീർന്നു എന്ന് പറയുമെടുത്ത് ഒരു വ്യക്തിയായിട്ടല്ല, ഒരു സൈന്യമാ Yes, yes. Thank you Lord for your presence. ഇന്ന് പകൽ അങ്ങയുടെ സാന്നിധ്യത്തിന് മമ്മിയപ്പോ, അങ്ങയുടെ കൃപയ്ക്ക് മമ്മിയപ്പോ. ഈ ജനത്തിന്റെ മേൽ ആഴമേറിയ ദൈവിക കരസ്പർശനം ഇന്ന് പകൽ അവരനുഭവിക്കട്ടെ. കാലഘടികാരങ്ങൾ തിരിയട്ടെ. നശിച്ചുപോയ ജീവിതത്തിന്റെ സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ ഈ പകൽക്കാലം സ്വർഗമേ നീ മടക്കി കൊടുക്കണമേ. പ്രിയരെ, സ്നേഹത്തോടെ ഞാൻ ചോദിക്കട്ടെ, ഒത്തിരി ആഗ്രഹിച്ച് സ്വപ്നം കണ്ട പലതും ജീവിതത്തിനകത്ത് പ്രായോഗിക തലത്തിൽ അങ്ങനെയാകുമെന്നും അങ്ങനെ ആയിത്തീരുമെന്ന് കൊതിച്ച പലതും ജീവിതത്തിൻ്റെ മുൻപിൽ അസ്ഥികളുടെ താഴ്വര പോലെ എല്ലാം അസ്തമിക്കപ്പെട്ടവരായി തോന്നുന്നുണ്ടോ? എല്ലാം പരാജയപ്പെട്ടതായി തോന്നുന്നുണ്ടോ? ആഗ്രഹിച്ച ലെവലിലൊന്നും ചിന്തിച്ചെടുത്തൊന്നും കയറി വരാൻ കഴിയാതെ തീർന്നു പോയെന്ന് തോന്നുന്നുണ്ടോ? ഇന്ന് പകലൊരു ദൈവത്തെ ഞാൻ പരിചയപ്പെടുത്താം. ആ ദൈവത്തിൻ്റെ പ്രത്യേകത ത്വക്കുള്ളപ്പോൾ മാത്രമല്ല, മാംസമുള്ളപ്പോൾ മാത്രമല്ല, ഞരമ്പുള്ളപ്പോൾ മാത്രമല്ല, ജീവനുള്ളപ്പോൾ മാത്രമല്ല, നീ അസ്ഥിയായി മാറിപ്പോയാലും, അല്ലല്ല, ഉണങ്ങിയ അസ്ഥിയായി നിന്റെ സ്വപ്നങ്ങൾ മാറിപ്പോയാലും, നിന്റെ ജീവിതം ചിതറപ്പെട്ടാലും, എൻ്റെ ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ കാലഘട്ടങ്ങൾ കഴിയുമ്പോൾ ആ അസ്ഥിയിൽ നിന്ന് ഒരു ജീവനെ മടക്കിയെടുത്തൊരു സൈന്യമാക്കി എൻ്റെ ദൈവത്തിന് മാറ്റാൻ കഴിയുമെങ്കിൽ ആത്മാവിൽ ഞാൻ പ്രവചിക്കുക, ചില നിഹിതന്മാരെ ഈ ശബ്ദം കേൾക്കി യഹോവയുടെ വചനം സ്വീകരിക്കട. ഉണങ്ങിപ്പോയ മേഖലകൾക്കകത്ത്, ജീർണിച്ചു പോയ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾക്കകത്ത് ഇന്ന് പകൽ ജീവന്റെ വചനം നിത്യ ജീവനെ കൈമാറുന്ന ജീവന്റെ വചനം ആഴമായി വെളിപ്പെടട്ടെ. ഈ ജനത്തിനെ തൊടണമപ്പ. കരയുന്ന ഈ ജനത്തിന്റെ കണ്ണുനീർ ഈ പകൽക്കാലം തുടയ്ക്കപ്പെടുന്ന പകലായി മാറട്ടെ. ഏത് രാജ്യത്തിലിരുന്ന് ഈ ശബ്ദം കേട്ടാലും അവിടെ ദൈവരാ ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കുമ്പോ പകലാ.
പ്രിയരെ, സ്വപ്നം കാണാനും ആഗ്രഹിക്കാനും എപ്പോ കഴിയും? എപ്പോ കഴിയും? ജീവനുള്ളത് വരെ. ജീവനുള്ളത് വരെ. ജീവൻ പോയി കഴിഞ്ഞാൽ എന്താ? വെറും ശവമാ. ഇപ്പോൾ ഇത് വെറും ശവമല്ല, ഇത് അസ്ഥികളായി മാറി എന്ന് പറഞ്ഞാൽ ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല, വകയില്ല. ഇതുപോലൊരു ദർശനം ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് ശക്തനായൊരു ദൈവമനുഷ്യൻ കാലഘട്ടത്തിനകത്ത് ഇസ്രായേലിനെ വളർച്ചയിലേക്ക് കൊണ്ടുപോകാൻ, ക്ഷാമത്തിൽ നിന്ന് ലോകത്തെ വിടിവിപ്പാൻ ശക്തമേറിയൊരു ദൈവമനുഷ്യൻ തൻ്റെ 17-ാമത്തെ വയസ്സിൽ ഇങ്ങനെ ഒരു സ്വപ്നം കാണുന്നുണ്ട്. എന്താ കണ്ട സ്വപ്നം? അമ്മ 17-ാമത്തെ വയസ്സിൽ എൻ്റെ പ്രസംഗ ഭാഷ പറയുക, അർദ്ധരാത്രിയിൽ താൻ കിടന്നുറങ്ങുമ്പോൾ 2 സ്വപ്നം കണ്ടു. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും തന്നെ നമസ്കരിക്കുന്നു. അടുത്തൊരു സ്വപ്നം കണ്ടു. അതാണ് അമ്മ സന്ദേശമായി കണക്റ്റായി വരുന്ന സ്വപ്നം. എന്താ? അമ്മയെ വയലിൽ കറ്റ കെട്ടിക്കൊണ്ടിരുന്നു. എങ്ങനെയാ? കറ്റ കെട്ടിക്കൊണ്ടിരുന്നു. കറ്റ കെട്ടുന്നത് എങ്ങനെയാണ്? കറ്റ കെട്ടുന്നത് എപ്പോഴാണ്? വയലിനകത്ത് നെൽമണികൾ പാകമാകുമ്പോൾ വയലിനകത്ത് കൊയ്ത്തുകാരിറങ്ങി അവിടെ കരത്തിലുള്ള വാൾ കൊണ്ട്, അവിടെ കരത്തിലുള്ള അരിവാൾ കൊണ്ട് ഈ കറ്റകൾ ഈ നെൽമണികളെ ചേർത്ത് പിടിച്ചിട്ട് അക്കരത്തിനകത്ത് ഈ നെൽമണികൾ ഒതുക്കി പിടിക്കുമ്പോൾ അതിൻ്റെ റൂട്ടിന് മുകളിൽ നിന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നെല്ല് ആ നെൽമണി വളർന്നു വരുന്ന ഒരു റൂട്ടുണ്ട്, ഒരു വേരുണ്ട്. ആ വേരിന് മുകളിൽ നിന്ന് ആ നെൽമണികളെ അരിവാൾ കൊണ്ട് അറുത്തെടുക്കുമ്പോൾ വിളിക്കുന്ന പേരാണ് കറ്റ. വിളിക്കുന്നൊരു പേരാണ് കറ്റ. ഈ കറ്റകൾ എപ്പോഴാ കിട്ടുന്നേ? ഭൂമിയിൽ നിന്നുള്ള ബന്ധമെന്ന് പറയുന്നത് ആ വേരുമായി ജോയിൻ്റ് ഉള്ളപ്പോൾ മാത്രമാണ്, വേരുമായി കണക്ഷൻ ഉള്ളപ്പോൾ മാത്രമാണ്. യോസേപ്പ് കണ്ട ദർശനത്തിൻ്റെ പ്രത്യേകത, യോസേപ്പേ നിന്നെ കറ്റയാക്കി കളയും. നിന്നെ ഒരു കറ്റയാക്കി കളയും. അർത്ഥമെന്ത്? നീ വളർന്നു വരുന്ന വളർച്ചയിൽ തന്നെ നിന്റെ വേരിനെ അവർ മുറിക്കും. നിന്റെ വേരിനെ അവർ മുറിക്കും. ഒരു വൃക്ഷത്തിനോ ഒരു സസ്യത്തിനോ വളർച്ചയുണ്ടാകുന്നത് മണ്ണുമായി ബന്ധമുള്ളപ്പോൾ മാത്രമാണ്. എപ്പോൾ? മണ്ണുമായി സോയിലുമായി കണക്ഷൻ ഉള്ളപ്പോൾ മാത്രമാണ്, ബന്ധമുള്ളപ്പോൾ മാത്രമാണ്. ആ ബന്ധം മറുത്തു മാറ്റിക്കഴിഞ്ഞാൽ ഒരു വൃക്ഷവും വളരാൻ സാധ്യതയില്ല, ഒരു നെൽമണിയോ വളരാൻ സാധ്യതയില്ല. അവർ ഈ ലോകവുമായിട്ടുള്ള ബന്ധം അറുത്തു മാറ്റുമ്പോൾ എൻ്റെ ദൈവവചനം പറയുന്നു, നിന്നെ അവർ കെട്ടിത്തുടങ്ങും. നിന്നെ കെട്ടുമ്പോൾ നീ ഓർത്തോ, നിന്റെ കറ്റ മാത്രം ഉയർന്നു നിൽക്കൂ, മറ്റു കറ്റകൾ നിന്നെ നമസ്കരിക്കും. എപ്പോൾ ഒരു സാധ്യതയില്ലാതെ ഈ ലോകത്ത് നിന്നെ മുറിക്കുമ്പോൾ, ലോകത്തിലുള്ള ബന്ധങ്ങൾ നിന്നെ മുറിച്ചു മാറ്റുമ്പോൾ, കൂടെയുള്ളവരെല്ലാം നിന്നെ കെട്ടാൻ ശ്രമിക്കുമ്പോൾ അവർ കെട്ടും കുഞ്ഞേ, പക്ഷെ നിന്റെ കറ്റ ഉയരും. ഈ പകലാത്മാവിൽ ഞാൻ പ്രവചിക്ക, ലോകം നിന്നെ കെട്ടും തോറും നിന്റെ കറ്റ ഉയരും. പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചോ. നീ ലോകത്തിന്റെ മുൻപിൽ ബന്ധിക്കപ്പെട്ടു എന്ന് ലോകം വിധി എഴുതുമ്പോ നീ ഉയരും. അടിമച്ചന്തയിൽ നിൽക്കുമ്പോ നീ ഉയരും. കിണറിനകത്ത് വീണാണ് നീ ഉയരും, നീ ഉയരും. ചെയ്യാത്ത കുറ്റത്തിന് പോത്തിഫറിന്റെ ഭവനത്തിൽ അപമാന പാത്രമായാലും നീ ഉയരും. എത്ര പേർക്ക് പിടികിട്ടിയും അറിയില്ല.
ഈ പകൽക്കാലം നിനക്ക് വളരാ, ഈ ഭൂമിയുമായി ബന്ധം വേണ്ട. നിനക്ക് വളരാ, താഴ്വേരുമായി ബന്ധം വേണ്ട. നിനക്ക് വളരാ. ഓ റിബാലധരകൾ ഖബ, ഏതോ ഭൂമിയിലെ മണ്ണുമായി നിനക്ക് ബന്ധം വേണ്ട കുഞ്ഞ്. നിന്റെ വളർച്ച നിശ്ചയിക്കുന്നത് സ്വർഗീയ ബന്ധമാണ്, സ്വർഗീയ ബന്ധമാണ്. ഈ പകൽ തന്റെ ഇടമുണ്ടെങ്കിൽ പറ, നിനക്ക് വളരാൻ ഈ ഭൂമിയിലെ ബന്ധങ്ങളൊന്നും വേണ്ട. നിനക്കെത്തേണ്ടടുത്തെത്താൻ ഈ ഭൂമിയിൽ നിന്നുള്ളതൊന്നും വേണ്ട. നിനക്ക് വളരാൻ സ്വർഗീയ ബന്ധം മതി. യോസേഫിനെ എന്താ ചെയ്തേ? അവർ ആദ്യം അവന്റെ റൂട്ട് അറുത്തെടുത്തു. അവന്റെ താഴ്വേര് അറുത്തെടുത്തു. അവന്റെ താഴ്വേര് എവിടെയായിരുന്നു? അപ്പന്റെ വീടായിരുന്നു, അപ്പന്റെ കുടുംബമായിരുന്നു. അവൻ അഭയം, അപ്പനായിരുന്നു അവൻ അഭയം. അതുകൊണ്ട് അവന്റെ സഹോദരന്മാർ അവനെ ബന്ധിക്കുന്നതിന് മുമ്പ് അവന്റെ വസ്ത്രം വലിച്ചു കീറി. അപ്പനുമായുള്ള ബന്ധം രൂപനെ യാക്കോബിന്റെ മക്കൾ ഓരോരുത്തരും വിചാരിച്ചു, അപ്പനുമായുള്ള ബന്ധം കുറഞ്ഞാൽ ഇവന്റെ വളർച്ച തടയാമെന്ന്. ഇന്ന് പകൽക്കാലം തെറ്റിപ്പോയി. നിന്നെ വിളിച്ചത് ലോകത്തിന്റെ അപ്പനല്ല. രൂപേനേ നിനക്ക് തെറ്റിപ്പോയി. യോസേഫിനെ ഈ ലോകത്തിലുള്ള അപ്പനുമായുള്ള ബന്ധം കുറഞ്ഞു പോയാലും വെട്ടിമാറ്റിയാലും മാറ്റപ്പെടാത്തൊരു ബന്ധമുണ്ട്. അത് സ്വർഗത്തിലെ അപ്പനുമായുള്ള ബന്ധമാണ്. ആ ബന്ധമുള്ളിടത്തോളം കാലം അവൻ ഉയരുക തന്നെ ചെയ്യും. അവന്റെ കാറ്റ എന്നും ഉയർ. പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചോ, പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചോ. ഈ ദൂതിന്റെ ആഴം സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ ഇന്ന് പകൽ തന്റെ ഇടത്തോടെ പറ, എന്റെ ബന്ധം ഈ ലോകത്തിലെ വ്യക്തികളുമായിട്ടല്ല, എന്റെ റിലേഷൻ, എന്റെ കണക്ഷൻ സ്വർഗവുമായിട്ട്. വലിയ ഭാവികൾ, അർഹതയില്ലാത്ത ജീവിതം, അർഹതയില്ലാത്ത മാന്യത, അർഹതയില്ലാത്ത ഉയർച്ച. Yes. Rabala taraga abashke bera tarad. Raikamanadala. യോസേഫിനെ വെട്ടി അവർ കെട്ടി. വചനം പറയുന്നു അവന്റെ കറ്റ ഉയർന്നു. ഈ പകൽക്കാലം ഭൂമിയുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുമ്പോൾ, വളരാനുള്ള സാധ്യതകൾ വെട്ടിമാറ്റപ്പെടുമ്പോൾ, ഹലോ, ഒരു വൃക്ഷം വളരണമെങ്കിൽ എന്ത് വേണം? എന്ത് വേണം? ഭൂമിയുമായുള്ള ബന്ധം വേണം. ആ ബന്ധം നൽകുന്നത് എവിടെയാണ്? വേരിൽ നിന്നാണ്. വേരിൽ നിന്നാണ്. ആ വേര് വെട്ടിമാറ്റുവടാ, ആ ബന്ധം വെട്ടിമാറ്റുവടാ. അപ്പനുമായുള്ള ബന്ധം വെട്ടിമാറ്റും. അപ്പനെ കാണാൻ കഴിയാത്ത നീണ്ട വർഷങ്ങൾ നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടും. നീണ്ട വർഷങ്ങൾ കുടുംബത്തെ കാണാൻ കഴിയാതെ, ചേർത്ത് പിടിക്കേണ്ടവരെ കാണാൻ കഴിയാണ്ട്, സ്വന്തം സഹോദരങ്ങളെ കാണാൻ കഴിയാതെ ഏതോ ഒരു അടിമ ചെറുക്കനാ നിന്നെ അവർ ബന്ധിക്കും.
വചനം പറയുക, അവിടെയും ഞാൻ നിന്നെ വളർത്തും, അവിടെയും ഞാൻ നിന്നെ വളർത്തും, അവിടെയും ഞാൻ നിന്നെ വളർത്തും. ആരുടെയൊക്കെ തലയിൽ കൈവച്ച പ്രവചിക്കുക. ഈ ലോകത്തിൻ്റെ ബന്ധങ്ങൾ വെട്ടിമുറിക്കപ്പെടുമ്പോൾ, ഈ ലോകത്തിൻ്റെ ബന്ധങ്ങൾ അറ്റുമാറുമ്പോൾ ഇപ്പകൾ ധൈര്യത്തോടെ പറയണം, അവിടം കൊണ്ട് തീരുന്നതല്ല എൻ്റെ ജീവിതം, അവിടം കൊണ്ട് തീരുന്നതല്ല എൻ്റെ ഭാവി, അവിടം കൊണ്ട് തീരുന്നതല്ല എൻ്റെ നാളെ. എനിക്ക് സ്വർഗത്തിലൊരു ബന്ധമുണ്ട്, സ്വർഗീയമായൊരു കണക്ഷനുണ്ട്. എൻ്റെ വളർച്ച നിശ്ചയിക്കുന്നത് എൻ്റെ ദൈവമാണ്. ആ ബന്ധമുള്ളിടത്തോളം കാലം, ആ കണക്ഷനുള്ളിടത്തോളം കാലം ഈ ഭൂമിയിൽ ആരുമായി എനിക്കൊരു ബന്ധമില്ലേലും എൻ്റെ ദൈവം എന്നെ വളർത്തും, എൻ്റെ ദൈവം എന്നെ വളർത്തും. ഇതേ സെയിം സിറ്റുവേഷൻ അല്ലേ പ്രിയരെ? അസ്ഥികളുടെ താഴ്വരയിൽ, അസ്ഥികളുടെ താഴ്വരയിൽ ഈ അസ്ഥികൾ ആരായിരുന്നു? ഒരു കാലത്ത് കുടുംബമുള്ള, നല്ല സ്വപ്നങ്ങളോടെ ജീവിച്ച ഏതോ ഒരു കൂട്ടം മനുഷ്യരല്ലേ? അവരെ ഈ ലോകത്ത് നിന്ന് വെട്ടിമാറ്റിയത് മരണം വഴിയല്ലേ? അവരുടെ സ്വപ്നങ്ങളെല്ലാം തകർക്കപ്പെട്ട് കേവലം ഒരസ്ഥിയായി, ഉണങ്ങിയ അസ്ഥിയായി ഏതോ ഒരു താഴ്വരയ്ക്കകത്ത് നൂറുകണക്കിന് അസ്ഥികളുടെ കൂടെ കിടക്കുമ്പോൾ എഗസ്കേൽ പറയുക, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പി. ഇന്ന് പകൽ തൻ്റെ ഇടമുണ്ടോ? എവിടെ വെട്ടിയാലും, എവിടെ തകർന്നെന്ന് ലോകം വിധി എഴുതിയാലും നിന്നിൽ നിന്നുള്ളത് പുറത്തു വരുന്നൊരു സമയമുണ്ട്. നിന്നെ ജയാളിയാക്കി നിർത്തുന്നൊരു കാലമുണ്ട്. ആരെല്ലാം കെട്ടിയാലും നീ ഉയരുന്നൊരു സീസണുണ്ട്. നിന്നെ അനേകർ വന്ന് മുട്ടുകുത്തുന്നൊരു സീസണുണ്ട്. പുതിയ നിയമത്തിൽ നിന്നൊരു തെളിവും കൂടെ തരാം, ഒരു തെളിവും കൂടെ തരാം. വായിക്കാൻ സമയമില്ല, ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞു പോകാം. യേശുവിൻ്റെ ക്രൂശീകരണ സമയത്ത് കർത്താവ് കാൽവറിയിൽ ക്രൂശ് മരണമായി ആമേ ആ പച്ച പൈൻമര കുരിശിൽ കിടക്കുമ്പോൾ സ്വർഗത്തിലെ പിതാവായ ദൈവം ചെയ്യുന്ന 7 അത്ഭുതങ്ങളുണ്ട്. അതിലൊന്നാണ്, 5-ാമത്തെ ആണെന്നാണ് എൻ്റെ ഓർമ്മ. വചനം പറയുന്നു അവിടെ വലിയ ഭൂകമ്പം ഉണ്ടായിക്കഴിഞ്ഞ് 4-ാമത്തെ അത്ഭുതം ഭൂകമ്പമാണ്, 5-ാമത്തെ അത്ഭുതം ആണെന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ വചനം പറയുന്നത് ഇങ്ങനെയാണ്, മരിച്ചവർ പലരും രൂപാന്തരപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. ആരുയർത്തെഴുന്നേറ്റു? മരിച്ചവർ ഉയർത്തെഴുന്നേറ്റു. എന്തുകൊണ്ട് മരിച്ചവർ ഉയർത്തെഴുന്നേറ്റു? കർത്താവ് ക്രൂശ് മരണത്തിൽ കിടക്കുമ്പോൾ ഈ ഭൂമിയുടെ അഹോഭാഗത്ത് മരിച്ചു സ്വർഗീയ പറുദീസയിൽ അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ മടിയിൽ ഇരുന്ന 100 കണക്കിന് ആത്മാക്കൾ മരണത്തിൻ്റെ ശക്തികളെ ക്ഷയിച്ച് അവർ ഉയർത്തെഴുന്നേറ്റു. എന്തുകൊണ്ട്? അവരുടെ ബന്ധം സ്വർഗവുമായിട്ടായിരുന്നു. അവരുടെ ബന്ധം സ്വർഗവുമായിട്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മളെല്ലാം പാടുന്നൊരു പാട്ടുണ്ട്, മരണത്താൽ മറയാത്ത മകൾ സ്നേഹ പ്രഭയാൽ പിരിയാ ബന്ധമാണിതു യുഗകാലം വരെയും. എന്തുകൊണ്ട്? ഇത് പിരിയാത്തൊരു ബന്ധമാണ്. 6 അടി മണ്ണ് കൊണ്ടോ ഏതോ ഈ ജഡത്തിലുണ്ടാകുന്ന മരണം കൊണ്ടോ തീർന്നു പോകുന്ന ഒന്നല്ല പ്രിയരേ. അതുപോലെയാണ് അസ്ഥികളുടെ താഴ്വരയിൽ ഒരു കൂട്ടം അസ്ഥികൾ. ഇന്നലകളിൽ സ്വപ്നങ്ങളുണ്ടായിരുന്നവർ, ആഗ്രഹങ്ങളുണ്ടായിരുന്നവർ അസ്ഥികളായി എവിടെയൊക്കെ ചിതറപ്പെട്ട് കിടക്കുമ്പോൾ നിന്ന് പ്രസംഗിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ മുമ്പിൽ സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട് 1-2 വാക്കിൽ 1-2 ദൂതുകൾ അടർത്തി
ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പ്രാർത്ഥിക്കാൻ പോവുക. വചനം പറയുന്നു, ആ താഴ്വരയിൽ യെഹെസ്കേലിനെ കൊണ്ടു നിർത്തി. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പ്രവചിക്കാം, ഇന്നല്ലെങ്കിൽ നാളെ പിടിക്കാൻ കഴിയുമെങ്കിൽ ഇന്നേ പിടിച്ചോ. നിന്റെ ചരിത്രത്തെ മാറ്റുന്ന ദൈവത്തിൻ്റെ എൻകൗണ്ടറുകൾ വെളിപ്പെടും. നീ തേടി പോകണ്ട, നിന്നെ തേടി വിടുതൽ വരും, നിന്നെ തേടി അത്ഭുതം വരും, നിന്നെ തേടി അനുഗ്രഹം വരും. ഓ ശബാരാധ, ഞാൻ ആത്മാവിൽ പ്രവചിക്കുക, തകർന്നുപോയ ജീവിതം, ചിതറിപ്പോയ ഉണങ്ങിക്കിടക്കുന്ന നൂറുകണക്കിന് വിടുതലില്ലാത്ത വിശ്വാസ കുടുംബങ്ങൾ ഈ പകൽക്കാലം ഞങ്ങൾ ആത്മാവിൽ പ്രവചിക്കുമ്പോ ആലയത്തിനകത്ത് നടന്നു കയറുന്ന സീസണുകൾ വചനം പറയുന്നു യെഹെസ്കേൽ എഴുന്നേറ്റ് പറഞ്ഞു, ഉണങ്ങിയ ആസ്തികളെ യഹോവയുടെ വചനം കേൾപ്പി. ഒറ്റ പ്രവചനം. വചനം കൃത്യമായി പറയുന്നു. നിന്ന് പ്രസംഗിക്കണം, സമയമില്ല. വചനം പറയുന്നു, അസ്ഥികളിൽ നിന്ന്, അസ്ഥികളായിരുന്ന, അല്ലയോ അസ്ഥികളായി ഒടിഞ്ഞു മാറിക്കിടന്ന അസ്ഥിയോട് വന്ന് ചേർന്നു. ദൈവത്തിൻ്റെ വചനം ചലിച്ചാൽ ചേരേണ്ട ചിലത് ചേരും. നിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ദൈവം ചേർക്കേണ്ട ചിലതിനെ ചേർക്കും. നിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ചേർക്കേണ്ട ചിലതിനെ ദൈവം ചേർക്കും. അസ്ഥിയോട് വന്നു ചേർന്നു. അടുത്ത വചനമാണ് പറയുന്നത്, ഞരമ്പ് വന്നു. ഞരമ്പിൻ്റെ മുകളിൽ മാംസം വന്നു. അതിൻ്റെ മുകളിൽ ത്വക്ക് വന്നു. ത്വക്ക് വന്നതിന് ശേഷം വചനം പറയുന്നു, അവർ സൈന്യമായി എഴുന്നേറ്റു. വിശ്വസിക്കാൻ തൻ്റെ ഇടമുണ്ടോ? ദൈവത്തിൻ്റെ വചനം ചലിച്ചാൽ ഒരു വിടുതലല്ല, ഒരനുഗ്രഹമല്ല, ഒരു കൂട്ടം വിടുതൽ നിന്നെ തേടി വരും. ഒരു കൂട്ടം അനുഗ്രഹം നിന്നെ തേടി വരും. ഞാൻ അങ്ങനെ ആത്മാവിൻ്റെ റലത്തിൽ കയറി പ്രവചിക്കുക, ഈ പട്ടണത്തിനകത്ത് ഒരു കൂട്ടം തലമുറകൾ ആലയത്തിനകത്ത് ഓടിക്കയറട്ട്, ആത്മാഭിഷേകത്താൽ നിറയട്ട്. ഈ പട്ടണം ദൈവത്താൽ പിടിക്കപ്പെടട്ടെ. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി കിടക്കുന്ന ഒരു കൂട്ടത്തെ ഈ പകൽ ദൈവം തൊടട്ടെ. പ്രവചിക്കാൻ കഴിയുമെങ്കിൽ ആത്മാവിൽ പ്രവചിക്ക്. ഉണങ്ങിയ അസ്ഥികളെ ദൈവവചനം കേൾപ്പി. ദൈവവചനം ചലിച്ച അസ്ഥിയോടൊട്ടും ഞരമ്പ് വരും, മാംസം വരും, ത്വക്ക് വരും. അവിടം കൊണ്ട് തീർന്നില്ലൊരു സൈന്യമോ. ഞാൻ വിശ്വസിക്കുന്നു തിരുവനന്തപുരം പട്ടണത്തിനകത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്ന ആലയത്തിൽ ഒന്നായി, ആലയമായി ആലയം മാറട്ടെ. പിടിക്കാൻ തൻ്റെ ഇടമുണ്ടെങ്കിൽ പിടിച്ചോ. ഭാവി നശിച്ചു പോയ, എല്ലാം ചിതറപ്പെട്ടു പോയ ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഈ പകൽ ആത്മാവിൽ പ്രവചിക്കേ. ശബരാധ വൈഡവാല അർത്ഥരാധ റീഖമാന അർത്ഥരേ വൈഡമാന അർത്ഥരാധ ശബാല ഹടകബാല ദീപലാക്ഷ വേരഘടക അർത്ഥബാല ഹടകധാര. യെസ് ലോർഡ്, തൊടണമപ്പ, ഈ പകൽ തൊടണം. വലിയ വിടുതലുകൾ, വലിയ ദൈവ പട്ടണങ്ങളെ പിടിച്ചു കുലുക്കുന്ന ആത്മനിയോഗമുള്ള തലമുറകൾ
ഞങ്ങൾക്ക് ഈ ഭൂമിയുമായി ബന്ധം വേണ്ട, സ്വർഗീയ ബന്ധത്തിൽ വളരുമോ? യെസ് യെസ്. ശരബല ഗടഗബാസ് ചബാല ഹട്ടബാല ശരാദല ചവേരദാര ചബാല ഹടഗബാര വൈഡമാന ഹട്ടരാദ അർത്ഥരേഖ മച്ചവാര. ഓ രാമാനാഥാരക, ഈ പകലാത്മാവിൽ ഞാൻ പ്രവചിക്കുക, ചില കൂട്ടമായി എഴുന്നേറ്റ് വരും, കൂട്ടമായി എഴുന്നേറ്റ് വരും. ഞാൻ ആത്മാവിൽ പ്രവചിക്കട്ടെ, ഇസ്രായേൽ പാളയത്തിനകത്ത് ആഴക്കടലിൽ നീന്തി തുടിച്ചുകൊണ്ടിരുന്ന ലിവ്യാദാന്റെ തലയെ തകർത്ത്, ലിവ്യാദാന്റെ മാംസത്തെ അറുത്തെടുത്ത്, ഓരോ മാംസ കഷ്ണത്തിനകത്തും കണ്ണ് വന്ന്, ചുണ്ട് വന്ന്, തൂവലുകൾ പിടിപ്പിച്ച് ശരീരത്തിനകത്ത് തൊക്ക് കൊടുത്ത് ഒരു പക്ഷിയായി പറത്തി, കാടപ്പക്ഷിയെ പോലെ ആമേ പാളയത്തിനകത്ത് പറത്തി കൊണ്ടുവരാ ഒരു കൂട്ടം പാമേ കാടപ്പക്ഷികളെ ഓരോ പകലും ഓരോ ദിവസവും ഇസ്രായേൽ പാളയത്തിനകത്ത് കൊണ്ടുവന്നതുപോലെ ഈ പകൽ കൂട്ടമായ ചില വിടുതലുകൾ, കൂട്ടമായ ചില ദൈവപ്രവൃത്തികൾ, കൂട്ടമായ ചില ദൈവിക ഓരോ നന്മകൾ Yes. വിശ്വസിക്കാമോ? വിശ്വസിക്കാമോ? ഞാൻ തകരില്ല, ഞാൻ തകരില്ല. വചനം പറയുന്നു, അവന്റെ ഭക്തന്മാരുടെ ആഗ്രഹത്തെ ദൈവം, നിങ്ങൾക്ക് വിശ്വാസമില്ല, അവന്റെ ഭക്തന്മാരുടെ ആഗ്രഹത്തെ ദൈവം സാധിപ്പിക്കും. വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ടോ? ആരും വളർത്തുണ്ട, ആരും ഉയർത്തുണ്ട, ആരൊക്കെ വെട്ടിയാലും നീ ഉയരം, നീ ഉയരം, നീ മാനിക്കപ്പെടും, നീ അനുഗ്രഹിക്കപ്പെടും, നീ അനേകർക്ക് അനുഗ്രഹമാകും. ആരും സപ്പോർട്ട് ചെയ്യണ്ട, ആരും ഒരു നല്ല വാക്ക് ആശ്വാസം പറയണ്ട, ആരും എന്നെ വളർത്തണ്ട, നീ വളരും, നീ മാനിക്കപ്പെടും. നിന്റെ ബന്ധം ഈ ഭൂമിയുമായിട്ടല്ല, ഭൂമിയുമായിട്ടല്ല, നിന്റെ ബന്ധം സ്വർഗവുമായിട്ട്. നിന്റെ കണക്ഷൻ മുഴുവനും ഡിവൈൻ കണക്ഷൻസ്. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയാം, നിന്റെ ഹൃദയം ഒന്ന് വേദനിച്ച ദൈവത്തിന് അറിയാൻ കഴിയും കേട്ടോ. നിന്റെ ഹൃദയം ഒന്ന് ഇടിച്ചാൽ എൻ്റെ ദൈവത്തിന് അറിയാൻ കേട്ടോ. ഹലോ ശാബാരാധ, ആർക്കും അറിയില്ല, നിന്റെ ഹൃദയത്തിന്റെ ഇടിപ്പ് ആർക്കും അറിയില്ല, നിന്റെ നെഞ്ച് കലങ്ങിയത് ആർക്കും അറിയില്ല, നിന്റെ കണ്ണ് കമ നിറഞ്ഞതാരും അറിയില്ല, കൂടെ പഠിച്ചവർക്കറിയില്ല, കൂട്ടുകാർക്കറിയണമെന്നില്ല. ഓ ശാബാരാധ, എന്തിനറിയാം, അപ്പനും അമ്മയ്ക്ക് അറിയണമെന്നില്ല. പക്ഷെ അറിയുന്നൊരു സ്വർഗമുണ്ട്, അറിയുന്നൊരു സ്വർഗമുണ്ട്. നിന്റെ ഹൃദയത്തിന്റെ സ്പന്ദനം അറിയുന്നൊരു സ്വർഗമുണ്ട്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്, മനസ്സു തകർന്നവര് അവൻ ചേർത്തു പിടിക്കുന്നവയുമാണ്. എന്തേലും ആവശ്യം വന്നാൽ, എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ലോകത്തിൽ ആരോടും പറയണ്ട, ദൈവത്തോട് പറയുക, ദൈവത്തോട് പറയുക.
ഞാനെപ്പോഴും സത്യം പറഞ്ഞാൽ എനിക്ക് നാളെ നമ്മുടെ ചർച്ചയിൽ വെച്ച് കൗൺസിൽ മീറ്റിംഗ് ആണ്. അങ്ങനെ ഒത്തിരി ക്രമീകരണങ്ങൾ, എനിക്ക് വേഗത്തിൽ തിരിച്ചു പോകണം എന്ന് കരുതിയാണ് ഞാൻ വന്നത്. പക്ഷെ ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ ഒരു അനുഭവം തരുന്നുണ്ട്. ഞാൻ പറയാം, പ്രിയരെ, ദൈവമായുള്ള ബന്ധമുണ്ടെങ്കിൽ ആരുമായി ബന്ധമില്ലേ എൻ്റെ ദൈവം വളർത്തും. എൻ്റെ കണ്ണുനീര് കാണുന്നൊരു ദൈവമുണ്ട്. ഷാബാരാധനകൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സെമിനാരി പഠിക്കുന്ന സമയത്ത് ഞാൻ കർത്താവിനോട് പറഞ്ഞൊരേ കാര്യമുള്ളൂ, കർത്താവേ, ഞാൻ നിൻ്റെ വേലയ്ക്കിറങ്ങാം, പക്ഷെ നീ എന്നെ പുലർത്തണം. ആവശ്യമായതെല്ലാം നീ എനിക്ക് തരണം, നീ എനിക്ക് തരണം. കഴിഞ്ഞ ദിവസം എൻ്റെ സ്നേഹിതന്മാർ കണ്ടപ്പോൾ അവർ പറഞ്ഞ് ചിരിച്ചൊരു കാര്യമുണ്ട്. പക്ഷെ അതെൻ്റെ ജീവിതത്തിലെ അനുഭവമാണ്. വർഷങ്ങൾക്ക് മുമ്പ് സെമിനാരിയിൽ പഠിക്കുന്ന സമയത്ത്, എനിക്ക് തോന്നുന്നു BD സെക്കൻഡ് ഇയർ ആണെന്ന് തോന്നുന്നു, ഞാൻ സെമിനാരിയിൽ ഹോസ്റ്റലിൻ്റെ 3ാമത്തെ നിലയിൽ പാർക്കുന്ന സമയത്ത് അന്ന് ഞാൻ 7 ദിവസത്തെ ഉപവാസമാണ്. കാരണം അടുത്ത ആഴ്ച എക്സാമാണ്. ഫീസ് അടച്ചില്ലെങ്കിൽ എക്സാം എഴുതാൻ പറ്റില്ല. ഫീസ് ഏകദേശം 33,000 സംതിങ് രൂപയുണ്ട്. ആ സെമസ്റ്ററിൻ്റെ 1-2 മാസം മാത്രമേ ഞാൻ അടച്ചിട്ടുള്ളൂ. ഏകദേശം 33,000 പല രൂപയുണ്ട്. എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പൻ വരുമ്പോൾ ചോദിക്കും, ഫീസ് അടച്ചോളോ? ഞാൻ പറയും അടച്ചു. അടച്ചു. അവരുടെ ചിന്ത എനിക്ക് പുറത്ത് മീറ്റിങ്ങൊക്കെ ഉള്ളത് കൊണ്ട് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ടായിരിക്കാം. പക്ഷെ ആ സമയത്തൊക്കെ മീറ്റിങ്ങുകൾ കുറവായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു അടച്ചു. പക്ഷേ 7 ദിവസം ഉപവസിച്ചിരിക്കുക. അടുത്ത ആഴ്ച എക്സാമാണ്. പക്ഷെ 4ാമത്തെ ദിവസമായപ്പോൾ എനിക്ക് പനി കൂടിയിട്ട് ഹോസ്റ്റലിൻ്റെ 3ാമത്തെ നിലയിൽ ഞാൻ ലീവ് എടുത്ത് കിടക്കുമ്പോൾ എൻ്റെ സ്നേഹിതന്മാർ എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ പോവുകയാണ്, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ അവരെല്ലാം പോകുന്നുണ്ട്. അതിൻ്റെ സന്തോഷത്തിൽ ഞാൻ പറഞ്ഞു, ഞാനും വരുന്നു. ബ്ലഡ് ഫാസ്റ്റിംഗ് ആണ്. അവരോട് പറഞ്ഞില്ല, പനിയാണ് പറഞ്ഞില്ല. ഞാൻ തിരുവല്ല ബിലീവേഴ്സിൽ പോയി ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ട് തിരിച്ചു വരുന്ന സമയം, ഓർമ്മ ശരിയാണെങ്കിൽ തിരിച്ചു വരുന്ന സമയം പനി കൂടി എൻ്റെ ശരീരം മുഴുവനും വിറയ്ക്കാൻ തുടങ്ങി. ഞാൻ ഷിവർ ചെയ്ത് നിലത്ത് വീഴത്തക്ക നിലയിലായപ്പോൾ എന്നോട് പല കാര്യങ്ങളും പറഞ്ഞതിൻ്റെ കൂടെ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എൻ്റെ വേദന ആർക്കും അറിയില്ല, നീ വിളിച്ചിറക്കിയത്, നീ എനിക്ക് വേണ്ടി വഴി തുറക്കണം. എൻ്റെ അപ്പനോട് ചോദിച്ചാൽ ചിലപ്പോൾ അവർ തരുമായിരിക്കും, ഞാൻ ചോദിക്കില്ല. എൻ്റെ അപ്പൻ നീയാണ്, നിൻ്റെ വേലയ്ക്കാണ് ഞാൻ അറിയും. പക്ഷെ വ്യാഴാഴ്ച ഇത് പറയുന്നു, വെള്ളിയാഴ്ച എനിക്ക് തോന്നുന്നു 10 മണി കഴിഞ്ഞ് ബ്രേക്കുണ്ട്. ചാപ്പലിൻ്റെ ടൈം കഴിഞ്ഞപ്പോൾ ഓഫീസിലുണ്ടായിരുന്ന ഒരു വ്യക്തി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിനക്കാരെങ്കിലും സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്കാരും സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞില്ല. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മുംബൈയിലേക്ക് ഒരു മീറ്റിങ്ങിൽ പോകുമ്പോൾ ട്രെയിനിൽ വെച്ചൊരു ആൻറ്റി എന്നെ കണ്ടു. അവരെൻ്റെ നമ്പർ എഴുതിയെടുത്തു. ട്രെയിൻ യാത്രയിൽ വെച്ച് അവർ നാട്ടിലെത്തിയിട്ട് എന്നെ വിളിച്ചു. ഞാൻ അവരോട് ഒറ്റ പ്രവചനം പറഞ്ഞു. ആ പറഞ്ഞ ഡേറ്റിൽ പറഞ്ഞ സമയത്ത് ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു. അവരുടെ സഹോദരി ഹസ്ബൻഡ് ഞാൻ പഠിച്ച അതേ കോളേജിലാണ് പഠിച്ചിറങ്ങിയത്. ഇന്നവർ പെന്തക്കോസ്തലല്ല. എനിക്ക് തോന്നുന്നു ഏതോ ഒരു ബാപ്റ്റിസ്റ്റ് ചർച്ചിൻ്റെ ഷാദയിലുള്ള ഒരു ചർച്ചിൻ്റെ പാസ്റ്ററാണ് പുള്ളിക്കാരൻ. ആ ദൈവമനുഷ്യൻ ഇവർ വീട്ടിൽ നിന്ന് വിളിച്ചു, അങ്ങനെ ഒരു ദൈവദാസം ഉണ്ട് കേട്ടോ. ആ ദൈവദാസൻ പറഞ്ഞ ദൂത് അതുപോലെ നടന്നു. എൻ്റെ 21ാമത്തെ വയസ്സിലെ കാര്യമാണ് പറയുന്നത്. പക്ഷേ ആ വ്യക്തി ഫോൺ വച്ചിട്ട് ഇത് ഉള്ളതാണോ എന്നറിയാൻ വേണ്ടി എൻ്റെ കോളേജിലെ നമ്പർ വിളിച്ചിട്ട് ചോദിച്ചു, ആ കോളേജല്ലേ, സുഖമായിരിക്കുന്നു, അവിടെയുള്ള ടീച്ചേഴ്സിനെയൊക്കെ അവർക്കറിയാം. ചോദിച്ച് ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് പറഞ്ഞു, ഇന്ന വ്യക്തി അവിടെ പഠിച്ചിട്ടുണ്ടോ? ആ വ്യക്തി പറഞ്ഞു, പഠിക്കുന്നുണ്ട്, നല്ലൊരു ദൈവദാസനാണ് എന്നൊക്കെ അവർ നല്ല റിപ്പോർട്ട് കൊടുത്തു. അവസാനിക്കുന്നതിന് മുമ്പ് ചോദിച്ചു, ഫീസൊക്കെ എങ്ങനെയാണ്? പാസ്റ്റേ, ഇപ്പോൾ ഫീസ് ഇത്തിരി കൂടുതലാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ ആ മനുഷ്യനൊരു തോന്നൽ,
ഈ മനുഷ്യൻ ഈ മകൻ ഫീസ് അടച്ചോ എന്ന് ഒന്ന് ചോദിക്കണം. ആ വ്യക്തിയോട് ചോദിച്ചു, ഈ പറഞ്ഞ ആള് ഫീസ് അടച്ചായിരുന്നോ? ആ വ്യക്തി പറഞ്ഞു, ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഓഫീസ് റെക്കോർഡ്സ് എടുത്തപ്പോൾ ഏകദേശം 33,000 രൂപ ഫീസ് അടയ്ക്കാനുണ്ട്. അവരോട് പറഞ്ഞു, ഇല്ല 33,000 രൂപ പെൻഡിങ് ഉണ്ട്. ഇത് പറഞ്ഞ് കോള് കട്ട് ചെയ്തിട്ട് ഉടനെ അവർ ഓഫീസിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഓഫീസ് അക്കൗണ്ടിൽ പൈസ ഇടണോ, ആ വ്യക്തിയുടെ അക്കൗണ്ടിൽ പൈസ ഇടണോ? പറഞ്ഞു, എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഏകദേശം അന്ന് 33,000 രൂപ എനിക്ക് അടയ്ക്കാനുള്ളൂ. ഏകദേശം 50,000-ൽ പരം രൂപ എൻ്റെ അക്കൗണ്ടിൽ ഇട്ട് തന്നിട്ട് പറഞ്ഞു, ഫീസ് അടയ്ക്കണം, ബാക്കി ദൈവദാസൻ എടുത്തോണം. ഞാൻ ബിഡിക്ക് പഠിക്കുന്ന സമയത്ത് തന്നെ, ഞാൻ ദുബായിൽ പോയ സമയത്ത്, ദുബായിൽ മീറ്റിങ്ങിൽ പ്രസംഗിക്കാൻ പോയ സമയത്ത് ഒത്തിരി ആഗ്രഹിച്ചു ആ വ്യക്തി ഒന്ന് കാണാൻ. ഹലോ, വേറെ ഒന്നിനുമല്ല, ഒരു നന്ദി പറയാൻ വേണ്ടി ഒത്തിരി ആഗ്രഹിച്ചു. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അവർ വേറൊരു രാജ്യത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ പറയട്ടെ, എൻ്റെ ദൈവത്തിന് നിന്നെ വളർത്താൻ ഈ ഭൂമിയുമായുള്ള ബന്ധം വേണ്ട. എൻ്റെ ദൈവത്തിന് നിന്നെ ഉയർത്താൻ ദൈവവുമായുള്ള ബന്ധം മതി. ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ പറയാം, അത് ചെറുതാ, പക്ഷേ അന്ന് എനിക്കത് വലുതാ. അന്ന് എനിക്കത് വലുതാ. പക്ഷെ ഇന്ന് 1000-ങ്ങളല്ല, 10,000-ങ്ങളല്ല, ഇക്കരത്തിലൂടെ ദൈവം കൈമാറുമ്പോൾ ഞാൻ ആത്മാവിൽ പ്രവചിക്കാം, ഇന്നെൻ്റെ ശൂന്യതകൾ മാറും. നിന്നൊരു സൈന്യമാക്കി ദൈവം പുറത്തിറക്കും. ദൈവം നിന്നൊരു സൈന്യമാക്കി പുറത്തിറക്കും. നിൻ്റെ ജീവിതത്തിൻ്റെ നിലവാരങ്ങൾ മാറും. നിൻ്റെ ആഗ്രഹങ്ങളെ ദൈവം പണിയും. ഒരു നിമിഷം കൺകള മൂടാമോ? ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം.